ഞെറിയൊന്നും ശരിയായിട്ടില്ലാന്ന് ഞാനല്ലേ ഉടുക്കണ ആള്. രാത്രിയാണ് ആരും കാണുന്നുണ്ടാവില്ല, ശ്രദ്ധിക്കൂല അമ്മ. എന്നാലും കുറെയൊക്കെ ശരിയായില്ലേ ഇപ്പൊ അല്ലേ? ഗുരുവായൂർ നിർത്ത പോലെ അല്ല തോന്നുന്നുണ്ട് അല്ലേ? അതെ, പെട്ടെന്ന് ഉടുക്കുമ്പോ ചിലപ്പോ നന്നാവും, കൊറേ നേരം എടുത്ത് ഉടുക്കുമ്പോ നന്നാവില്ല. അത് തുറന്നിട്ട് കുഞ്ഞോളൊരു സ്പീഡില് വരത്. ഞങ്ങളെ എങ്ങട്ടാടി എന്തേലും ചെന്തേലും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് ഞങ്ങൾ മുടിയൊന്നും വെക്കില്ല, ഞങ്ങൾക്ക് ഉള്ള മുടിയാണ് വെച്ചാ കളിക്കണത്. ഇനി മുല്ലപ്പൂ അതിനെ കൊണ്ടുവരും, എന്നിട്ട് മുല്ലപ്പൂ ഇങ്ങനെ വെക്കും. മറ്റത് മുടി ഇങ്ങനെ ഒപ്പം. അവിടുത്തെ വിശേഷങ്ങൾ നിൽക്കാൻ നമ്മൾ പോകണില്ലല്ലോ, കാരണം പെണ്ണുങ്ങളൊക്കെ പാടിന് വേണ്ടി പോകും. എന്റെ അപ്പൊ ആരും വരുന്നില്ല ഇന്ന്. അത് വരുന്നില്ല പറഞ്ഞപ്പോ ഇതല്ലേ വെച്ചോ, ഞാൻ പോകുന്ന എല്ലാവരും ആൾക്കാർ വേണ്ടിയിരുന്നു. പിന്നെ ഒരാളെ മാത്രം കൊണ്ടുവരണ മോശം, ഒരു ടീമായി പോകല്ലേ, അതുകൂടി ചിന്തിക്കണ്ടേ നമ്മള്. വളൊക്കെ വള അല്ലെങ്കിലും ഇഷ്ടമാണ്, കുറേ വളർന്ന ഇഷ്ടമാണ്. അപ്പോൾ വള ഏതായാലും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഒന്നും പൊട്ടിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും കളിച്ച് ബാധ്യത മറ്റേ ഭരതനാട്യം കുച്ചിപ്പുടി പഠിച്ചോ? ഞങ്ങള് സപ്പോർട്ട് പറ്റിയ പ്രായം എന്താ നമ്മള് സപ്പോർട്ടുണ്ട്. എന്താ ഇഷ്ടമുള്ള കളിക്കാം. സാരി ഞാൻ ഇത് കഞ്ഞി മുക്കിയൊക്കെ ഇട്ടതാട്ടോ രാവിലെ, ബലം കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് പഴകിയ സെറ്റും ഉണ്ട്, അത് കുറച്ച് വഴക്കുണ്ടല്ലോ അമ്മ, കുറച്ച് വഴക്കുണ്ട്. പിന്നെ എല്ലാരും ഇതേ കളറാ? അമ്മയ്ക്ക് പ്രഭ ചേച്ചി എൻ്റെ അപ്പോസ് ഗിഫ്റ്റ് എടുത്ത സെറ്റ് ഉണ്ട്, അത് ഞാൻ ഉടുക്കണം ആദ്യമായിട്ട്. അപ്പോൾ അമ്മനെ കുറേ ഇട്ടിട്ട് മുതലാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നത് കഞ്ഞി മുക്കിയിട്ട് നല്ലോണം ഒന്ന് അയൺ ചെയ്തിട്ടാണ് അപ്പോൾ എടുക്കുന്നത്. 9:30 കളി, 9:30, 8:15 പറഞ്ഞിട്ടുണ്ട്. പിന്നെ കളിയാൻ കഴിഞ്ഞിട്ട് ഫോണുണ്ടോ? വീഡിയോ എടുക്കാൻ കഴിയില്ലല്ലേ? വീഡിയോ തുറക്കാനുള്ള ഇതാവില്ല. അപ്പോൾ ഫോണുണ്ടായാലും എവിടെയൊക്കെ വെക്കും, പിന്നെ ആരും പോയിരുന്നില്ലല്ലോ നിങ്ങൾ. അതാണ് വീഡിയോ ഇട്ടപ്പോ ഇന്നലെ വീഡിയോ ഇട്ടപ്പോ എല്ലാവരും പ്രാർത്ഥന ഉണ്ടല്ലോ. നമ്മൾ അന്ന് രാത്രിയായിട്ട് നമ്മളെ ഈ വിശേഷം ചെയ്യണേ, എല്ലാവരും പറഞ്ഞല്ലോ രാത്രിയെ പോണെന്ന്. അപ്പൊ പോണതൊന്നും എടുക്കാന്ന് കരുതി, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പോണത്, ആരുമില്ലാതെ. ആൾക്കാരുണ്ട് അതുണ്ട്, ഓലപ്പല്ലേ അങ്ങനെ ഇവിടുന്ന് ഒറ്റ വിട്ട് പോയിട്ടില്ല എവിടേക്കും, അടുത്തേക്ക് പോലും അങ്ങനെ യാത്ര പോയിട്ടില്ല. മഞ്ചേരിയാണ്, അങ്ങനെ അധികം ഒന്നും ദൂരല്ല കേട്ടോ, നമ്മളെ നാട് തന്നെയാണ്. പക്ഷെ അമ്പലം കണ്ടിട്ടില്ല. അമ്പലത്തിൽ നിന്ന് കൊടിയേറ്റാണ്, തിരുമാന്താമന്ത അമ്പലത്തിലും ഇവിടെയും കൊടിയേറ്റാണെന്നൊക്കെ എന്തായാലും ഉണ്ടോ അടിയിൽ കുത്തിയാവും. ഓർഡർ കൂടിയോ? പോയി എന്നിട്ട് വിശേഷം പറഞ്ഞെടുത്തായി കേട്ടോ. അല്ല അപ്പൊ ഞാൻ അതിന് പോണെന്ന് വീഡിയോ എടുത്തോണ്ട് നമ്മളതൊക്കെ വിട്ട് തന്നിട്ട് നമുക്ക് നാളെ വിശേഷത്തിൽ ചെയ്യാം കേട്ടോ. ഇഞ്ചി പോണോ? ഓലപ്പം ഓളപ്പഞ്ചി പോണോ? എന്താ ഇറക്കം വരുന്നുണ്ടോ? പോണോ? ഓലപ്പം പോണോ? ഒന്ന് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. മാലിടല് കഴിഞ്ഞു, ഞാൻ മാറിക്കേണ്ടി വരാം. ഇതാ ഭാവിക്കുട്ടീനെ കൊറേ കണ്ടിട്ട്. ഭാവി എന്താ സ്ഥലം? എന്താ കളിക്കണം? ഇന്നെവിടെ കളി? ശരി. ഭാവി കണ്ടോ കളിക്കാന്? ഇഷ്ടം പോലെ ഉണ്ടാവും. ഫോണുണ്ടോ അതിന്? എന്താ നെക്ലേസ് ഓർഡർ ചെയ്ത് ഒന്നോട്ട് ആ നെക്ലേസ് ആകട്ടെ. അടിപൊളി. ഒരാളെ കൊണ്ടുവരണേ
എങ്ങോട്ടടി പോണത് പോയി അടുക്കളയിലിട്ട് പൂട്ടിക്കളാ ടിഷ്യൂ ഇതല്ലേ അമ്മൂട്ട സെറ്റ് മുണ്ടല്ലേ അതിന് ടിഷ്യൂ എന്ന് പറയാം. ഇനി മൈലാഞ്ചി കുഞ്ഞിപ്പോ മൈലാഞ്ചി അച്ഛൻ കൊടുത്തതല്ലേ അല്ലേ? അതിൽ കുറെ ഫോട്ടോ നിറയാനായി തുടങ്ങിയുന്നുണ്ട്. എത്ര കാലുണ്ട് അതാണ്. എന്ത് പരിപാടി ഉണ്ടായാലും തുടക്കം മുതലേ ഫോട്ടോ ആണ്. ഞങ്ങൾ നേരത്തെ ഒരുങ്ങോണ്ടേ ബാക്കിയുള്ളവരൊക്കെ ഒരുങ്ങുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറെ സമയം പാറനെ കിടത്തിട്ട് പോവാം. ഞങ്ങള് 11 മണിക്ക് എത്തൂലേ? വിശേഷം വന്നിട്ട് പറയല്ലോ എന്നാല്. അപ്പൊ ഇന്നലെ ഞങ്ങൾ വന്നപ്പോ 2 മണിയായിട്ട് കേട്ടോ രാത്രി. പിന്നെ എന്താ രാവിലെ ചായക്കടിയൊക്കെ ഉണ്ടാക്കുന്നതാണ്. ചക്കര കഴിഞ്ഞ് പുഴുങ്ങിയെടുത്തതാണ് അപ്പൂസിന് കൊടുക്കാൻ. ഇത് തൂക്കം കൂടാനല്ലേ പറഞ്ഞേ. അപ്പൊ 2 ലക്ഷം എടുത്ത് പുഴുങ്ങി. അത് മാറുമല്ലോ അല്ല അപ്പൂസ് കുറച്ച് കഴിയുമ്പോ. പാറുവിന്റെ ഇതിന് കാത്ത് കിടക്കണം ചൂടാർട്ടോ. ചൂടാറണ്ടേ? ഓള് ഉണർന്നു കഴിഞ്ഞാ പിന്നെ വേറെ കിടക്കാനായിക്കൂല അല്ലേ? വേണോ ചിക്കൻ വേണോ? ചിക്കൻ വേണോ? ചൂടാടാ. കിടന്ന കണ്ണൊക്കെ വന്നിട്ട് ഇങ്ങനെ തോണ്ടി വെക്കും. ഇത്രയൊക്കെ വേണോ? അതിന് ഇതിന്റെ ഉള്ളിലൊക്കെ എല്ലുണ്ട്, അതൊക്കെ കളഞ്ഞ് എല്ല് കളയാളെ നിക്കൂലേ? അതിനപ്പം ഇങ്ങോട്ടോണ്ടിരി പൊള്ളിയില്ലേ? നാളെങ്ങനെ പൊള്ളിയേ? അമ്മയൊക്കെ കുറച്ച് നിൽക്കാൻ നേരം വൈകില്ല കേട്ടോ. എന്താ ജിമ്മിന് പോയിട്ട് പിന്നെയും കിടന്നുറങ്ങിയതാണ്. 2 മണിക്കല്ലേ വന്ന്. 2 മണിക്ക് വന്നു പിന്നെ കുളിച്ച് കിടന്നു. അപ്പൊ നീച്ചിട്ട് വീണ്ടും കുളിച്ചു. ഓണന്റെ മുന്നേ ഒന്നുകൂടി കുളിച്ചു. 3 കുളിയാണ് രാത്രി നടന്നത്. അപ്പൊ ഉറങ്ങിയപ്പോ പിന്നെ കിടന്ന് അപ്പൊ നീച്ച് ചായ കഴിയിലൊക്കെ 8 മണി വരായി. ചക്കര കുളിച്ചിട്ടുണ്ടെങ്കിൽ കടി ഉണ്ടാക്കണം. ഇന്ന് ഞങ്ങളൊരു കടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു കടിക്ക് പച്ചരി ഇല്ല. റേഷൻ പിടിയിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്ന പച്ചരിയാണ്. അല്ലാതെ ഇനി വാങ്ങേണ്ടി വരും. ഇപ്പോൾ ഗോതമ്പ് പൊടി പിന്നെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ മാസം കിട്ടണമെങ്കിൽ 3 പാക്ക് അങ്ങനെ കിട്ടും. അപ്പോൾ അങ്ങനത്തെ പാക്ക് ആട്ടപ്പൊടി ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ന് കഴിക്കണം. കുഞ്ഞോളെ പിന്നെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഇല്ലേ? ഇംഗ്ലീഷ് വാക്കല്ലേ? ഇതിനൊരു സമാധാനമല്ലല്ലോ ഇവിടെ. ചൂടന്റെ നാവ് പൊള്ളി ചെയ്തിട്ടില്ല. അതിലോട്ട് ഓടി എന്നിട്ടാ കുറച്ചേട്ടാ വന്നീ വൈക്ക്. കുട്ടീനെ ചുണ്ട് കൊള്ളുള്ളൂ. ചൂടാണ് അങ്ങനെ കൊടുക്കല്ലേ? ഓക്ക് കൊടുത്തു കഴിഞ്ഞാ പിന്നല്ലേ സമാധാനമായിട്ട് നമുക്കുള്ള കടി കാക്ക. പിന്നെ ഞാൻ ഇങ്ങനെ പോയി അങ്ങനെ പോയി. മുള്ളു അല്ല ഞാൻ ഗോതമ്പ് പൊടി ചൂടാക്കിയൊന്ന് വെച്ചതാണ്. അതുകൊണ്ട് നൂൽപുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കി വറുത്തച്ചു. കേട്ടോ ഓക്കെ. ഇത് കൊല്ലി കൊടുക്കുള്ളൂ. നേരത്തേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിന്നും വൃത്തിയാക്കിയിട്ട്. ഞാനിങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട്. പച്ചക്കറിയിൽ വന്നിട്ടുണ്ടല്ലേ എന്താ കടി ചായക്ക്?
ഗോതമ്പ് പൊടിൻ്റെ നൂൽപുട്ട്. വെറൈറ്റി ആണല്ലോ. അപ്പൂസിന് ചായക്ക് അപ്പൂസിന് കുടിച്ചിട്ടാവും. എങ്ങനെയുണ്ട്? എന്താ നൂൽപുട്ട് ഇങ്ങനെ വരുന്നുണ്ട്? പരീക്ഷിച്ചേക്കിയതാണ്, ശരിയായില്ല കേട്ടോ. എന്നാലും കറി മാത്രം മതി. മുട്ടക്കറിയാണ് മതിയോ? ചക്കരയിലും മുട്ടക്കറിയോ? ചക്കരയിലും മുട്ടക്കറി കേട്ടോ, വെറൈറ്റി. അതോ തിന്നണ്ട എനിക്ക് കുടിച്ചില്ലല്ലോ. കടക്കുന്നു നല്ല രസമുണ്ട് ചക്കയും മുട്ടക്കറി. കറിയോ? അവിലോ? അവിലുണ്ട്. അമ്മേൻ്റെ ചാവടി കഴിഞ്ഞു, ഞങ്ങൾ കുടിക്കാൻ പോകണുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ രാവിലത്തെ വിശേഷത്തിലുള്ള കുറച്ച് ചോറ് കറിയൊക്കെ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ എല്ലാവർക്കും ബായ്.